ബി.ജെ.പിയുടെ എ ക്ലാസ് മണ്ഡലമാണ് പാലക്കാട്. പാലക്കാട് ആരായിരിക്കും സ്ഥാനാർത്ഥിയായി എത്തുക എന്ന തരത്തിൽ പലതര അഭ്യൂഹങ്ങൾ നിലവിലുണ്ട്. കെ സുരേന്ദ്രൻ, ശോഭാ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ളവരുടെ പേരുകളുണ്ട്. അതുകൂടാതെ ഒരു സർപ്രൈസ് സ്ഥാനാർത്ഥി എന്ന രീതിയിൽ ഉണ്ണി മുകുന്ദനെ പരിഗണിച്ചേക്കും എന്ന് പോലും അഭ്യൂഹങ്ങളുണ്ട്. അപ്പോൾ മുതിർന്ന ബി.ജെ.പി നേതാവ് എൻ ശിവരാജൻ നമുക്കൊപ്പം ചേരുകയാണ്. പല പേരുകൾ വരുന്നുണ്ട്. എങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഞാനും കേട്ടു. എങ്ങനെയാണ് തീരുമാനിക്കേണ്ടത്? നമുക്കൊരു സംവിധാനമുണ്ട്. ആ സംവിധാനം മേഡത്തോട് പറയാൻ പറ്റില്ല. അത് നമ്മുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരൻ എന്ന് പറഞ്ഞ ആളെ അറിയോ? നിങ്ങൾക്കറിയോ? അദ്ദേഹത്തെ തിരുവനന്തപുരത്തുണ്ടാവും. അദ്ദേഹത്തിനടുത്ത് പോയി ചോദിച്ചാൽ നിങ്ങളോട് പറയും. ശോഭാ സുരേന്ദ്രന്റെ പേര് കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ കേട്ടിരുന്നു. ശോഭാ സുരേന്ദ്രൻ മത്സരിച്ചാൽ എങ്ങനെയാണ്? വിജയ സാധ്യതയുണ്ടോ? ഓരോരോ ഇപ്പോൾ ഇവിടെ പാലക്കാട് ആര് മത്സരിച്ചാലും വിജയ സാധ്യതയുണ്ട്. സുരേന്ദ്രനായാലും ശോഭാ സുരേന്ദ്രനായാലും പിന്നെ നിങ്ങൾ പറഞ്ഞ ഏത് പേര് മത്സരിച്ചാലും ബി.ജെ.പിക്കാണ് സാധ്യത. അതാണ്. കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിന് മുമ്പൊക്കെ താങ്കൾ പറഞ്ഞിരുന്നു ശോഭയാണെങ്കിൽ 25,000 വോട്ട് കൂടുതൽ ബി.ജെ.പിക്ക് കിട്ടുമെന്ന്. ഇപ്പോഴും അത് അങ്ങനെയുള്ള അവസ്ഥയുണ്ടോ? ഞാൻ ഇപ്പോഴത്തെ അവസ്ഥ ഞാൻ പറഞ്ഞല്ലോ, ബി.ജെ.പി ജയിക്കും. ബാക്കി തീരുമാനിക്കാൻ ഞങ്ങളുടെ സംഘടന ഏത് സ്ഥാനാർത്ഥിയായാലും അങ്ങനെയാണോ? ഏത് സ്ഥാനാർത്ഥിയായാലും ബി.ജെ.പി ജയിക്കും. അതിനുവേണ്ടി ഞങ്ങൾ പണിയെടുക്കും. പിന്നെ സ്ഥാനാർത്ഥി മുൻകൂട്ടി പറയാൻ ഞാൻ ആ വേദിയിലൊന്നുമില്ല. അതൊക്കെ നമ്മൾ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർജി, സംഘപരിവാറുകാർ പോലും പറയുന്നു രാഹുൽ മാങ്കൂട്ടം ഇല്ലെങ്കിൽ, രാഹുൽ മത്സരിക്കുന്നില്ലെങ്കിൽ ബി.ജെ.പി ഉറപ്പായിട്ടും വിജയിക്കുമെന്ന്. അത് ഏത് സ്ഥാനാർത്ഥിയെ നിർത്തിയാലും വിജയിക്കും. കാരണം എന്താ? എതിർ സ്ഥാനാർത്ഥിയായി രാഹുൽ മാങ്കൂട്ടം ഇല്ല എന്നുള്ളതാണ് അതിൻ്റെ കാരണം. പാലക്കാട് ബി.ജെ.പി അത്രയധികം വലിയ ആത്മവിശ്വാസത്തിലാണ്. കാരണം ഷാഫി എന്തായാലും മത്സരിക്കില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. ഷാഫിക്ക് പകരമായിട്ട് എത്തിയതാണ് രാഹുൽ മാങ്കൂട്ടം. രാഹുലും മത്സരിക്കാത്ത ഒരു സ്ഥിതിവിശേഷത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. കാരണം രാഹുലിനെതിരെ നിലനിൽക്കുന്ന കേസുകളും പരാതികളും പാർട്ടി നടപടിയും ഒക്കെ ഉള്ളതുകൊണ്ട് രാഹുൽ മത്സരിക്കില്ല എന്നുള്ളതും ഉറപ്പാണ്. അങ്ങനെ വരുമ്പോൾ പാലക്കാട്ട് ബി.ജെ.പി വിജയിക്കും. അത് ഏത് കുറ്റിച്ചൂലിനെ നിർത്തിയാലും ബി.ജെ.പി വിജയിക്കുമെന്നാണ് മുൻ കൗൺസിലറായിട്ടുള്ള ശിവരാജൻ്റെ അവകാശവാദം എന്ന് പറയുന്നത്. പാലക്കാട്ടെ തെരഞ്ഞെടുപ്പ് കളം വലിയ ചൂട് പിടിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടം മത്സരിക്കില്ല എന്ന് കാണുമ്പോൾ തന്നെ അങ്ങനെ ഒരു വാർത്ത വരുമ്പോഴേക്കും ബാക്കിയുള്ളവർക്കെല്ലാം വലിയ രീതിയിലുള്ള ആത്മവിശ്വാസവും അവകാശവാദവും ഒക്കെ ഉന്നയിക്കാൻ മാത്രം അവർ വലുതായിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത്. ഉപതെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടം പാലക്കാട് 18,000-ലധികം വരുന്ന ഭൂരിപക്ഷത്തിനാണ് വിജയിച്ചത്. ഒരു റൗണ്ട് ഫിഗറായിട്ട് 18,000 കൂട്ടുക. ആ 18,000 വോട്ടിന് രാഹുൽ മാങ്കൂട്ടം വിജയിച്ച പാലക്കാട് മണ്ഡലം ഈ പ്രാവശ്യം കൈവിട്ടു പോയാൽ അത് വലിയ തിരിച്ചടി തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും നിങ്ങൾക്കാർക്കും വേണ്ട. ഇതിനെന്താണ് ഒരു പരിഹാരം? ഇതിനെന്താണ് ഒരു പ്രതിവിധി? രാഹുൽ മത്സരിക്കണം. പക്ഷേ രാഹുൽ മത്സരിച്ചാലും അത് തിരിച്ചടിയാകുമോ എന്നുള്ള ഒരു ആശങ്ക എല്ലാവർക്കുമുണ്ട്. രാഹുലിനെതിരെ ഉയർന്നു വന്നിരിക്കുന്ന ആരോപണങ്ങൾ അത്തരത്തിലായതുകൊണ്ട് രാഹുൽ മത്സരിച്ചു കഴിഞ്ഞാലും അത് തിരിച്ചടിയാകുമോ എന്നുള്ള ഒരു ആശങ്കയുണ്ട്. പിന്നെ എന്താണ് വേണ്ടത്? പിന്നെ അവിടെ സ്ഥാനാർത്ഥി ആരാകുമെന്നുള്ളതാണ് നമ്മളെല്ലാവരും നോക്കിക്കാണുന്നത്. അവിടെ ആര് സ്ഥാനാർത്ഥിയാകും? പാലക്കാട്ടെ സ്ഥാനാർത്ഥി ആരാകും എന്നുള്ളത് വലിയ വിഷയം തന്നെയാണ്. പാലക്കാട്ടെ സ്ഥാനാർത്ഥി ആരായിരിക്കും എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടായിരിക്കും അവിടുത്തെ തെരഞ്ഞെടുപ്പിൻ്റെ കാര്യങ്ങളെ നമുക്ക് നിശ്ചയിക്കാൻ കഴിയുക. അവിടെ അത്രയും രാഹുലിനോളം അല്ലെങ്കിൽ ഷാഫിയോളം അവരോടൊപ്പം വരുന്ന ആൾ തന്നെ വേണം. അവിടെ മത്സര രംഗത്ത് ശക്തനായ സ്ഥാനാർത്ഥി വേണമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും ഇല്ല. ഇപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇപ്പം സാധാരണ നമ്മൾ പറയാറുണ്ട് നീർക്കോലിക്കും വിഷമാണ് എന്ന് പറയാറില്ലേ? സാധാരണ വിഷമില്ലാത്ത പാമ്പിൽ പെടുന്നതാണ് ഈ നീർക്കോലി എന്ന് പറയുന്നത്. അതിനും വിഷം എന്ന് പറയുന്ന രീതിയിൽ രാഹുൽ മത്സരിക്കുന്നില്ല എന്ന് കാണുമ്പോൾ തന്നെ പലരും പത്തി വിടർത്താൻ തുടങ്ങിയിട്ടുണ്ട്. പലരും അവകാശവാദങ്ങളുമായി ഇറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതിനിടയിൽ ചില ആളുകളുടെ പേരൊക്കെ കേൾക്കുന്നുണ്ട്. ബി.ജെ.പി അവിടെ ഏത് കുറ്റിച്ചൂലിനെ പോലും നിർത്താൻ തയ്യാറാവുന്ന അവസ്ഥയാണുള്ളത്. കാരണം ബി.ജെ.പിക്ക് വെല്ലുവിളിയാകാൻ
ഷാഫി പറമ്പിലും ഇല്ല, രാഹുൽ മാങ്കൂട്ടവുമില്ല. അതല്ലെങ്കിൽ പിന്നെ എന്ത് വേണം? ഷാഫിയെ പാലക്കാട്ടേക്ക് തിരിച്ചെത്തിക്കണം. രാഹുൽ മത്സരിക്കുന്നില്ലെങ്കിൽ ഷാഫി പാലക്കാട്ടേക്ക് തിരിച്ചെത്തണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. അത് കോൺഗ്രസ് എങ്ങനെ പരിഗണിക്കും, കോൺഗ്രസിൻ്റെ സ്ട്രാറ്റജി എന്താണ് എന്നുള്ളതൊന്നും നമുക്ക് ആർക്കും ഒരു പിടിയും കിട്ടുന്നില്ല. മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകളെ നിന്നും നിങ്ങൾ കേൾക്കണ്ട. മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകൾ അല്ല കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപിക്കുമ്പോൾ ഉണ്ടാവുക എന്നുള്ള കാര്യത്തിൽ 100% ഉറപ്പാണ്. മാധ്യമങ്ങളിൽ കേൾക്കുന്ന വാർത്തകളൊന്നും ആയിരിക്കില്ല. ഇപ്പം സ്ഥാനാർത്ഥി പത്രിക വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. കോൺഗ്രസ് എന്താണെങ്കിലും സതീശനെല്ലാം പരിഗണിക്കും. ഈ തെരഞ്ഞെടുപ്പിൻ്റെ മുഖ്യ സൂത്രധാരൻ എന്ന് പറയുന്നത് UDF സംബന്ധിച്ചിടത്തോളം VD സതീശനാണ്, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം VD സതീശനാണ്. VD സതീശൻ ഇതൊന്നും കാണാതിരിക്കില്ല. സതീശനെല്ലാം വളരെ കൃത്യമായി അദ്ദേഹം നോക്കിക്കാണുന്നുണ്ട്, വിലയിരുത്തുന്നുണ്ട്, വേണ്ട ഇടപെടലുകൾ നടത്തുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, രാഹുൽ ഇല്ലെന്നുള്ള ഒരു ആത്മവിശ്വാസം, രാഹുൽ മത്സരിക്കില്ല എന്ന് ഏറെക്കുറെ തീരുമാനമാകുമ്പോൾ ഇത്തരത്തിൽ പലരും പത്തി വിടർത്തുകയാണ്. അതിനിടയിൽ ഉണ്ണി മുകുന്ദൻ്റെ പേരും ഒക്കെ പരിഗണിക്കുന്നുണ്ട് BJP. എന്ന് പറഞ്ഞാൽ BJP ഈ ഒരു അവസരം, രാഹുലിൻ്റെ അഭാവം അല്ലെങ്കിൽ ഷാഫിയുടെ അഭാവം അത് മുതലെടുക്കുവാനുള്ള പല തത്രപ്പാടുകളും നടത്തുന്നുണ്ട്. ഞാനിപ്പോൾ കഴിഞ്ഞ ഈ ദിവസങ്ങളിലൊക്കെ നിങ്ങളോട് സംസാരിച്ചത് രാഹുലിൻ്റെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ടിട്ടാണ്. ഈ രാഹുൽ സ്ഥാനാർത്ഥി ആവില്ല എന്നുള്ള വാർത്തകളെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകളിൽ വളരെ പ്രധാനപ്പെട്ട കമൻറ്റുകൾ എന്ന് പറയുന്നത്, പലരുടെയും പ്രേക്ഷകരുടെ അഭിപ്രായം എന്ന് പറയുന്നത് രാഹുൽ സ്വതന്ത്രനായിട്ട് മത്സരിക്കണമെന്നാണ്. രാഹുൽ പാലക്കാട്ട് ചെയ്തു വെച്ച കാര്യങ്ങൾ മാത്രം എടുത്ത് മുന്നോട്ട് വെച്ച് ഒരു സ്വതന്ത്രനായിട്ട് മത്സരിച്ചാലും രാഹുൽ മാങ്കൂട്ടം വിജയിക്കുമെന്നാണ് എല്ലാവരും പറയുന്നത്. ഇനിയിപ്പോൾ നമ്മൾ അങ്ങനെ ഒരു സാധ്യതയുണ്ടോ എന്നുള്ളത് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. രാഹുൽ മാങ്കൂട്ടം പാലക്കാട്ട് സ്ഥാനാർത്ഥിയാകുമോ എന്നുള്ള കാര്യങ്ങളിൽ കുറിച്ച് നമുക്ക് വ്യക്തത വരേണ്ടതുണ്ട്. രാഹുൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി ആവില്ല എന്നുള്ളതാണ് 99.9% എന്ന് പറഞ്ഞാൽ 100 എന്ന് പറഞ്ഞാൽ ആവില്ലെന്ന് ഉറപ്പ് പറയാൻ നമ്മുടെ കയ്യിലുള്ളത് ഒരു മുടിനാര് പോലെയുള്ള ഒരു പ്രതീക്ഷ മാത്രമാണ്. അത്രേ ഉള്ളൂ പ്രതീക്ഷ സ്ഥാനാർത്ഥിയാകുന്ന കാര്യത്തിൽ. സ്ഥാനാർത്ഥി ആകില്ലെന്ന് വേണമെങ്കിൽ നമുക്ക് കണ്ണടച്ച് പറയാൻ കഴിയും. പക്ഷേ ഈ ഒരു അവസരം മുതലെടുക്കുവാൻ BJP ശ്രമങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. അവരതിനു വേണ്ടിയുള്ള വലിയ ആത്മവിശ്വാസത്തിലും പ്രതീക്ഷയിലും ഒക്കെയാണ് എന്നുള്ളതാണ് ഇപ്പം നമുക്ക് മനസ്സിലാകുന്നത്. ശിവരാജൻ്റെ വാക്കുകളിൽ അതുണ്ട്. ശിവരാജൻ പിന്നെ കറകളഞ്ഞ ഒരു സംഘപരിവാർ നേതാവാണ്. കറകളഞ്ഞ സംഘി എന്ന് പറയാം, മനസ്സിലായില്ലേ? അപ്പോൾ ശിവരാജൻ എടുത്തു പറയുന്നത് നിങ്ങൾ കേൾക്കുന്നില്ലേ? ഇപ്പോഴത്തെ സിറ്റുവേഷൻ വെച്ചിട്ട് എന്ന് പറഞ്ഞാൽ രാഹുൽ മത്സരിക്കില്ല എന്നുള്ള സിറ്റുവേഷൻ വെച്ചിട്ടാണ്. പാലക്കാട്ടെ വിജയപരാജയങ്ങളെ, പാലക്കാട്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിനെ വളരെ അധികം സ്ട്രോങ് ആയിട്ട് വളരെയധികം സ്വാധീനിക്കാൻ പറ്റുന്ന ഘടകം തന്നെയാണ് രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന വ്യക്തിയുടെ സ്ഥാനാർത്ഥിത്വം പോലും. അയാൾ സ്ഥാനാർത്ഥിയാവുകയാണെങ്കിൽ പിന്നെ അവിടെ ഒരു ചർച്ച പോലും BJPക്കില്ല എന്നുള്ളതാണ്. പക്ഷേ രാഹുൽ സ്ഥാനാർത്ഥിയാകുമോ എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ് നമ്മളിപ്പോൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഒരുപാട് ഘടകങ്ങളുണ്ട്. രാഹുൽ വിഷയം ഇനി രാഹുലിനെ സ്ഥാനാർത്ഥിയാക്കുക വഴി അത് കേരളത്തിൽ ഒന്നടങ്കം വലിയ ഒരു ആയുധമാകുമോ എന്നുള്ള ആശങ്ക കോൺഗ്രസിനുണ്ട്. അതോടൊപ്പം രാഹുലിനെതിരെയുള്ള പരാതികളും കേസുകളും കോൺഗ്രസിനെ വല്ലാതെ ആശങ്കപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ എങ്ങനെ ബാധിക്കുമെന്നുള്ളത് നമ്മൾ വെയിറ്റ് ചെയ്യണം. കാരണം ഇങ്ങനെ ഒരു ഘട്ടത്തിൽ രാഹുലിനെ സ്ഥാനാർത്ഥിയാക്കുമോ എന്ന് ചോദിച്ചാൽ ഇല്ല. ഇനി അതല്ല രാഹുൽ അല്ലാത്തത് കൊണ്ട് തിരിച്ചടിയാകുമെന്നുള്ള വിലയിരുത്തലിൽ രാഹുലിനെ സ്ഥാനാർത്ഥിയാക്കുമോ എന്ന് ചോദിച്ചാൽ ആക്കേണ്ടി വരുമെന്നുള്ളതാണ്. ഈ രണ്ട് ഘട്ടങ്ങളിലും ഈ പരാതികളും കേസുകളും ഒക്കെ വലിയ പ്രശ്നം തന്നെയാണ്. കാരണം നിയമ നടപടിയിൽ രാഹുലിനെ അറസ്റ്റോ അല്ലെങ്കിൽ ജയിലിൽ പോകേണ്ട ഒരവസ്ഥയൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് വലിയ തലവേദനകൾ സൃഷ്ടിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അപ്പോൾ എല്ലാം പരിഗണനാ വിഷയമാണ്. കോൺഗ്രസ് ഏറ്റവും അധികം ഉറ്റുനോക്കുന്നത് തെരഞ്ഞെടുപ്പിൽ അധികാരത്തിലേക്ക് എത്തുക എന്നുള്ളതാണ്.
അങ്ങനെ വരുമ്പോൾ ഓരോ മണ്ഡലങ്ങളും വളരെ പ്രധാനപ്പെട്ടതാണ്. ഓരോ മണ്ഡലങ്ങളും വളരെ മൂല്യമേറിയതാണ്. അങ്ങനെയുള്ള ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനം തന്നെയായിരിക്കും കോൺഗ്രസ് നടത്തുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത വരേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ്. ഞാനിപ്പോൾ ഈ ശിവരാജൻ്റെ പ്രതികരണം ഞാൻ നിങ്ങളെ കേൾപ്പിക്കാൻ കാരണം, ശിവരാജനൊക്കെ അത്ര ആത്മവിശ്വാസമാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ശിവരാജൻ എടുത്തു പറയുന്ന വാക്കുകൾ, ഇപ്പോഴത്തെ അവസ്ഥ ഈ ഒരു സിറ്റുവേഷൻ എന്നാണ് പറയുന്നത്. ആ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ രാഹുൽ മത്സരിക്കില്ല എന്നുള്ള സിറ്റുവേഷനാ. അതല്ലാതെ രാഹുലിനെതിരെ ഉയർന്നു വന്നിരിക്കുന്ന ആരോപണങ്ങളെക്കുറിച്ചല്ല. രാഹുലിനെതിരെയുള്ള ആരോപണങ്ങളിൽ രാഹുൽ പാർട്ടിക്ക് പുറത്താണ് എന്നുള്ളതും എല്ലാവർക്കും, ഇവർക്ക് ഈ സംഘപരിവാർ CJP ക്യാമ്പിന് വലിയ ആത്മവിശ്വാസം നൽകുന്നുണ്ട്. കാരണം പാർട്ടിക്ക് പുറത്തായ ഒരാളെ എന്താണെങ്കിലും പാർട്ടി ചിഹ്നത്തിൽ, ഔദ്യോഗിക ചിഹ്നത്തിൽ മത്സരിപ്പിക്കില്ല എന്നുള്ളത് ഉറപ്പുണ്ട്. ഇനി വേണമെങ്കിൽ ഒരു പോസിബിലിറ്റി ഉള്ളത്, രാഹുൽ ഒരു സ്വതന്ത്രനായിട്ട് മത്സരിക്കുന്നു, ആ സ്വതന്ത്രനെ UDF പിന്തുണക്കുന്നു. അങ്ങനെ ഒരു ഘട്ടമുണ്ടായിക്കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ, രാഹുൽ എല്ലാ സ്ഥാനാർത്ഥിയെ എന്നുള്ളൊരു ഘട്ടമുണ്ടായിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ രാഹുൽ സ്വതന്ത്രനായിട്ട് മത്സരിക്കുന്നു, കോൺഗ്രസിന് സ്ഥാനാർത്ഥിയില്ല, പകരം UDFൻ്റെ പിന്തുണ രാഹുലിനാണെങ്കിൽ അത് വളരെ പോസിറ്റീവായ ഒരു കാര്യമായി മാറും. എങ്ങനെയാണെങ്കിലും നമ്മൾ കാത്തിരിക്കുകയാണ്. ഒരുപോലെ രാഹുലിൻ്റെ സ്ഥാനാർത്ഥിത്വത്തിന് എല്ലാവരും CPM-ഉം BJP-യും കോൺഗ്രസും ഒക്കെ ഉറ്റുനോക്കുകയാണ്. രാഹുൽ അല്ല സ്ഥാനാർത്ഥിയെങ്കിൽ, അല്ലെങ്കിൽ ഞങ്ങൾ വിജയിച്ചു എന്ന മട്ടിലാണ് BJP ക്യാമ്പിൻ്റെ ആവേശവും ആത്മവിശ്വാസവും. ഇവിടെ കോൺഗ്രസിൻ്റെ നിലപാടും കോൺഗ്രസിൻ്റെ സമീപനങ്ങളും കോൺഗ്രസിൻ്റെ തീരുമാനങ്ങളും വളരെ വിലപ്പെട്ടതാണ്. നേതൃത്വം അത് തിരിച്ചറിയുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. നമുക്ക് നോക്കിക്കാണാം. മേ ബി നമ്മൾ എല്ലാവരും പ്രതീക്ഷിക്കുന്നതിനപ്പുറം ഷാഫി പറമ്പിൽ പാലക്കാട്ടേക്ക് വീണ്ടും തിരിച്ചെത്താനുള്ള സാധ്യതകളുമുണ്ട്. എന്താണെങ്കിലും നമ്മൾ കാത്തിരിക്കുകയാണ്.